ഹലോ. ക്യാപ്ഷൻ കണ്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയോ? ഏ, ഇവളൊരു കള്ളത്തിയാണല്ലേ എന്ന് കരുതിയോ? ഒന്നും അറിയാത്ത പ്രായത്തിൽ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളുണ്ട്. അതൊക്കെ ആ സമയത്ത് തിരുത്തി തരാനായിട്ട് ആളില്ലാന്നുണ്ടെങ്കിൽ ആണ് നമ്മൾ ശരിക്കും കള്ളത്തികളും കള്ളന്മാരൊക്കെ ആയി പോണേ. എൻ്റെ കാര്യത്തിൽ തിരുത്തി തരാൻ എൻ്റെ മാതാപിതാക്കൾ ഉണ്ടായിരുന്നുകൊണ്ട് അതെന്താണ് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കത് മനസ്സിലായി. പിന്നീട് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാനോ പോലും തോന്നിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഏ ഇവളപ്പോൾ എന്തോ വലിയ സംഭവം കട്ട് വന്നിരിക്കുകയാണ് കള്ളത്തി. അങ്ങനൊന്നും വിചാരിക്കില്ലേ. ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്തുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതൊക്കെ കുറേ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. ഞാനിത് പറയണതിൻ്റെ കാര്യം, സത്യം പറഞ്ഞ ഇൻസ്പിറേഷൻ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. കാരണം പലരുടെയും അനുഭവങ്ങൾ പലരും പങ്കുവയ്ക്കാറുണ്ട്. ഓരോരുത്തർക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായ ഓരോ അനുഭവങ്ങൾ. ഞാൻ ഷീന ചേച്ചിയുടെ കുറേ അനുഭവങ്ങൾ കേട്ടു. സത്യമാണത്. കാരണം ആ ഒരു ടൈമിൽ നമുക്ക് ഷീന ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണില്ല, നമ്മൾ അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഷീവത്ത് ലോക്കി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ മുതലാളിനെയാണ് ഞങ്ങൾ ഷീന ചേച്ചി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ശരിയാണല്ലോ, ഇത് റിലേറ്റബിൾ ആണ് എല്ലാവർക്കും. കാരണം നമ്മുടെയൊക്കെ എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ സത്യം പറഞ്ഞാൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ളൊരു സംഭവം കേട്ടോ. ഭയങ്കര ഓർമ്മയുള്ളൂ എന്നൊക്കെ ഒന്നും ചിന്തിക്കില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കാതിരിക്കില്ല. കാരണം നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള മെമ്മറീസ് നമ്മൾ ആരും മറക്കില്ല. എനിക്ക് നല്ലോണം കിട്ടി. ഞാൻ ക്ലാസ്സിൽ പോകുന്നത് സത്യം പറഞ്ഞാൽ അന്ന് എൻ്റെ 2ാം ക്ലാസ്സിലെ സമയം എന്ന് പറയുമ്പോൾ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. 1987. ഞാൻ 1980 ജനിച്ചത് കേട്ടോ. അപ്പോൾ 86 1ാം ക്ലാസ്സിലും 87 2ാം ക്ലാസ്സിലും. ആ ഒരു ടൈമിൽ നിങ്ങൾക്കറിയാം, ചെറിയൊരു സഞ്ചിക തൂക്കി ഒരു സ്ലേറ്റും ഒരു ബുക്കും പെൻസിലും സ്ലേറ്റ് പെൻസിലും, ഇതാണ് നമ്മളുടെ സ്കൂളിൽ പോണ സംഭവങ്ങൾ. ഇന്നത്തെ പോലെ കുറേ ബുക്കുകളൊന്നുമില്ല. അപ്പോൾ സ്കൂള് സത്യം പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മമ്മിയുടെ വീടും ഡാഡിയുടെ വീടും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്ററോളം പോലും നടക്കാനില്ല സ്കൂളിലോട്ട്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ പോണത് വരുന്നതൊക്കെ നടന്നാണ് വരുന്നത്. ചുറ്റുവട്ടത്തുള്ള എല്ലാ കുട്ടികളും ഉണ്ടാവും. ഒരുമിച്ചാണ് വരവും പോക്കൊക്കെ. അപ്പോൾ നമ്മുടെ ഏജിലുള്ള നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരികളായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഞാൻ അന്ന് ക്ലാസ്സിൽ പോയ സമയത്ത് ഇതേപോലെ നമുക്ക് ഇൻ്റർവെൽ ടൈമൊക്കെ ആകുമ്പോഴത്തേനും ഗ്രൗണ്ടിൽ പോയി കളിക്കാൻ പോകും. എല്ലാവരും ഗ്രൗണ്ടിലോട്ട് ഓടും. പിന്നെ അവിടെ ഈ നമ്മൾ കല്ലൊക്കെ ചെറിയ കല്ലൊക്കെ എറിഞ്ഞ്, അതിന് ഞാൻ ഇപ്പോൾ എന്താ പറയണത് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ കോളം വരയ്ക്കും. ഇങ്ങനെ കോളം വരച്ചിട്ട് ഓരോരോ ബോക്സ്, എന്നിട്ടിങ്ങനെ ഒരു കല്ലിങ്ങനെ ഇടും. എന്നിട്ടിങ്ങനെ നമ്മൾ ചാടിയിട്ട് അതുമ്പോൾ തൊടണം. പിന്നെ അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് ചാടി തൊടണം. അങ്ങനെയൊക്കെയുള്ള കളികളാണ് കേട്ടോ ഞങ്ങൾ ആ ടൈമിൽ കൂടുതലും. അപ്പോൾ ഗ്രൗണ്ടിൽ ഞങ്ങൾ എല്ലാവരും കളിക്കാനൊക്കെ പോയി തിരിച്ച് ബെല്ലടിച്ച് അങ്ങനെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ബാഗ് എടുത്ത് തിരിച്ചിറങ്ങി ഗ്രൗണ്ടിലൂടെ ഞങ്ങളുടെ ഒരു പള്ളി ഗ്രൗണ്ടിലാണ് സ്കൂള്. തിരിച്ച് വരുന്ന സമയത്ത് ഈ പള്ളിയുടെ അടുത്തായിട്ട് ഞാൻ ഒരു പെൻസിൽ, അതായത് റൂൾ പെൻസിൽ താഴെ ഗ്രൗണ്ടിൽ കിടക്കുന്ന കണ്ടു. അപ്പം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം പെൻസിലുകളാണ്, സ്ലേറ്റ് പെൻസിലും റൂൾ പെൻസിലും. അപ്പോൾ നല്ല ഒരു ദാരിദ്ര്യത്തിൽ തന്നെ കഴിഞ്ഞൊരു കുടുംബമാണ് എൻ്റെ കേട്ടോ. എന്ന് വെച്ചിട്ട് ഒട്ടും ഒന്നിനും ബുദ്ധിമുട്ടായിരുന്നല്ല, ഒന്നും അറിയിക്കാണ്ടാണ് ഡാഡി മമ്മിയൊക്കെ വളർത്തിയത്. എന്നാലും നല്ല ദാരിദ്ര്യം തന്നെയായിരുന്നു. അപ്പോൾ പെൻസിലുകളൊന്നും ഇന്നത്തെ പോലെ, ഇന്നൊക്കെ നമ്മൾ മക്കൾക്ക് കുറേ വാങ്ങിച്ചു വയ്ക്കും ബോക്സായിട്ട്. പക്ഷെ അന്നൊക്കെ ഒരെണ്ണം കഴിഞ്ഞാൽ ഒരെണ്ണം വാങ്ങിച്ചു തരും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഈ പെൻസിൽ കണ്ട സമയത്ത് ഞാൻ വേഗം എടുത്തു. നല്ലൊരു പെൻസിൽ ഞാൻ എടുത്ത് ബാഗിലിട്ടു. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കുറച്ചങ്ങ് എത്തിയപ്പോഴത്തേനും ഒരു ജോഡി ചെരുപ്പ് എടുക്കണം.
അപ്പോൾ എൻ്റെ ചെരുപ്പ് അത്ര നല്ല ചെരുപ്പ് നല്ല സ്ലിപ്പറാണ് ഇടുന്നത്. ഇന്നത്തെ പോലെ വലിയ നല്ല ഷൂകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, സ്ലിപ്പറാണ്. അപ്പം എൻ്റെ ചെരുപ്പാണെങ്കിൽ അത്ര പോരാ. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് ഈ ചെരുപ്പെടുത്ത് കാലം വിട്ട് നല്ല പാകം. അങ്ങനെ ഞാൻ ആ ചെരുപ്പ് ഇട്ടിട്ട് റൂൾ പെൻസിലും കിട്ടിയ സന്തോഷത്തിൽ ചിരിച്ച് കളിച്ച് കൂട്ടുകാരത്തിനോട് വർത്തമാനം പറഞ്ഞ് വീട്ടിലെത്തി. വന്നു കഴിഞ്ഞാൽ മമ്മിക്ക് എപ്പോഴും ബാഗ് തപ്പണ പരിപാടിയുണ്ട്. വേറെ ഒന്നല്ല, ഇന്ന് എല്ലാ ദിവസവും കേട്ടെഴുത്താണ്. ഇപ്പോൾ സ്ലേറ്റിലുണ്ടാവും കേട്ടെഴുത്ത് കഴിഞ്ഞിട്ട് എത്ര മാർക്ക് കിട്ടും. അപ്പോൾ എനിക്ക് 50-ൽ 50 ആണ്, അല്ലെങ്കിൽ 25 ഔട്ട് ഓഫ് 25 എപ്പോഴും. കാരണം ആ സമയത്തൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ബോധം വന്നപ്പോഴാണ് പഠിത്തം കുറഞ്ഞു പോയി. പിന്നെ ബുദ്ധിയില്ലാത്തതുകൊണ്ടൊന്നല്ല, ഭയങ്കര മടിയായിരുന്നു, പഠിക്കാൻ ഭയങ്കര മടിച്ച. സ്കൂളിൽ എടുക്കുന്ന സമയത്തുള്ളത് കേട്ടിട്ടാണ് പഠിക്കുള്ളൂ. അപ്പോൾ അന്നും ഇതേപോലെ പതിവ് പോലെ ബാഗൊന്നും തുറന്ന് മാറ്റിയിട്ടില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ സന്തോഷം. മമ്മി പുറത്ത് നിൽക്കണം. മമ്മിയുടെ വീട്ടിലായിരുന്നു അന്ന്, ഡാഡിയുടെ വീട്ടിലല്ല, മമ്മിയുടെ വീട്ടിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ മമ്മി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓടിപ്പോയി സന്തോഷത്തിൽ, മമ്മി എനിക്കൊരു സാധനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞാൻ ചെരുപ്പ്, പിന്നെ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് പെൻസിൽ. ഇതങ്ങോട്ട് കാണല്ല, മമ്മി ഒരു ഭദ്രകാളി അങ്ങോട്ട് ആയി എൻ്റെ പൊന്നു മക്കളെ. എൻ്റെ മമ്മിയാണെങ്കിൽ തനി ഭദ്രകാളിയാണ് ആ സമയത്തൊക്കെ. പിന്നീട് മമ്മി പലപ്പോഴും പറഞ്ഞ് സങ്കടപ്പെട്ടുണ്ട് കേട്ടോ. എങ്കിലും പറയാണ്, മമ്മി ഓടി അങ്ങോട്ട് എന്നെ അങ്ങോട്ട് പിടിച്ചിട്ട് വലിച്ച് മുറ്റത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ മുറ്റത്ത് സൈഡിലായിട്ട് അന്ന് ഇങ്ങനെ 4 മണിപ്പൂവല്ല, അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടാവുന്ന ഒരു സൈസ് പൂക്കളുണ്ട്. അത് കുറച്ചിങ്ങനെ വള്ളി പടർന്ന പോലെയാണ് അതിരിക്കുക, ആ ചെടി. ആ വള്ളി അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് പൊത്തോ എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട, തലങ്ങും വിലങ്ങും എന്തോരം അടിച്ചെന്ന് മമ്മിക്കും അറിയാം. മമ്മിയുടെ ദേഷ്യം മാറുന്നവരെ മമ്മിക്ക് അന്ന് മമ്മി എന്ത് ഫ്രസ്ട്രേഷനിലാണോ ഇതെല്ലാം കൂടി എൻ്റെ നേർക്ക് തീർത്തു എന്ന് തന്നെ പറയാം. കാരണം അതുപോലെ തന്നെ അടിച്ച് ഒരു വശമാക്കി. ഞാൻ കരഞ്ഞ് ഇനി തല്ലല്ലേ മമ്മി, എന്നെ തല്ലല്ലേ, ഞാനിനി ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ മമ്മി അതൊന്നും കേൾക്കണില്ല. നീ എടുക്കോ, നിന്നോട് ആരടി വല്ലൊരു സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പം തൊട്ടടുത്ത് അനീതി നിൽക്കുന്നുണ്ട്, അവൾ കരയണുണ്ട്. പിന്നെ അതേപോലെ എൻ്റെ കൂട്ടുകാരത്തികളൊക്കെ അപ്പുറത്ത്. അപ്പോൾ എനിക്ക് അവർ കാണുന്നുള്ള നാണക്കേട് വേറെ, പിന്നെ ഈ വേദന വേറെ. ആ സമയത്താണ് രക്ഷകയെ പോലെ എൻ്റെ ടീച്ചർ കടന്നു തന്നെ. 2ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിക്കണം മേഴ്സി ടീച്ചർ എന്നും ഉണ്ട്. ഞാൻ ടീച്ചറെ ഓർക്കുകയാണ് ഈ സമയത്ത്. സത്യം പറഞ്ഞാൽ അന്നൊരു മാലാഖയെ പോലെയാണ് ടീച്ചർ വന്നതെന്ന് തന്നെ വിചാരിക്കാം. ടീച്ചർ വന്ന വഴി മമ്മീനെ അങ്ങോട്ട് തടഞ്ഞിട്ട്, എന്തിനാടി നീ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് തല്ലണേ, ഇങ്ങനെയാണോ പിള്ളേരെ തല്ലണേ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് മമ്മീനെ ഒരുപാട് വഴക്കും പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ്, ഇനി അത് അവൾക്ക് മനസ്സിലാവില്ല, അവൾ അത്രയും ചെറിയ കൊച്ചാണ്, അപ്പോൾ അത് മനസ്സിലാവുന്ന രീതിയിൽ അവൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടേ. എന്നാലും ടീച്ചറെ, ഞാനൊക്കെ ഇത്രയും കാലം ഇതേപോലെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിട്ടും നമ്മളൊന്ന് ഇന്ന് വരെ ഒരു മോഷണോ അല്ലെങ്കിൽ ഒരാളുടെ സാധനം എടുക്കുകയോ അല്ലെങ്കിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പക്ഷേ ഇവരൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വലുതാവുമ്പോൾ എന്താവും എന്ന് പറഞ്ഞിട്ട് മമ്മിയും കരയണം. എന്നെ തല്ലിയ ആ ഒരു തോർത്തിട്ട് മമ്മിയും കരയണുണ്ട്. ടീച്ചർ ആണെങ്കിൽ എന്നെ ചേർത്ത് പിടിച്ചിട്ട്, സാരില്ല കേട്ടോ, കുഴപ്പമില്ല, മോള് നാളെ ചെല്ലുമ്പോൾ അത് അങ്ങോട്ട് കൊടുത്തേക്ക്, അതവിടെ വെച്ചേക്കട്ടോ, അത് ആർക്കാണെന്ന് വെച്ചാൽ അത് അവർക്ക് കൊടുത്തേക്ക്, അല്ലെങ്കിൽ അതവിടെ സ്കൂളിൽ കൊടുത്താൽ മതി, പ്രിൻസിപ്പളിൻ്റെ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസിൻ്റെ കൊടുത്താൽ മതി, അവർ ഓഫീസിൽ കൊടുത്താൽ മതി, അവരത് ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തോളും. ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഞാനും കുറേ കരയുന്നുണ്ട്. അങ്ങനെ ടീച്ചർ സമാധാനിപ്പിച്ചിട്ട് പോയി. പക്ഷെ മമ്മി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് മമ്മി ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ വന്ന് പറഞ്ഞു, ഇനി മേലിൽ അതങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും ചിലപ്പോൾ ഒന്നുമില്ലാത്തൊരു കുട്ടിയുടെ ആയിരിക്കും. അപ്പോൾ ആ കൊച്ച് എത്ര വിഷമിക്കേണ്ട, ചിലപ്പോൾ അവളുടെ വീട്ടിൽ വേറെ ഉണ്ടാവില്ല, അവളുടെ അമ്മ അവളെ തല്ലുണ്ടാവും. അതായത് ഈ പെൻസിൽ കൊണ്ട് നീ കളഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് അവളുടെ അമ്മ ചിലപ്പോൾ അവളെ തല്ലിയിട്ടുണ്ടാവാം. അതുപോലെ ഈ ചെരുപ്പ്, ഗ്രൗണ്ടിൽ കളിച്ച കുട്ടികൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കാതെ ക്ലാസ്സിൽ കയറിയിട്ടുണ്ടാവും. തിരിച്ചു വന്ന് ചെരുപ്പിടാൻ നോക്കുമ്പോൾ ചെരുപ്പില്ല. അപ്പോൾ അവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവളെയും അല്ലെങ്കിൽ ആ കുട്ടീനെയും ചിലപ്പോൾ അവരുടെ മാതാപിതാക്കൾ തല്ലിയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ആ വേദന കൊണ്ട് അന്നത്തോടെ ഞാൻ തീർന്നു. പിന്നെ എനിക്കത് മനസ്സിലായി. ഞാനത് പിറ്റേ ദിവസമല്ല, അന്ന് തന്നെ പോയിട്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ പോയി ചെരുപ്പ് മാറ്റിയിടാൻ നോക്കി. എൻ്റെ ചെരുപ്പ് അവിടെ തന്നെ കിടക്കണ്ടേ, കാരണം അത് ആർക്കും വേണ്ടി വരില്ല. ഞാൻ ഈ ചെരുപ്പ് അവിടെ ഇട്ടിട്ട് എൻ്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോന്നു. പെൻസിൽ ഞാൻ പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നിട്ടാണ് കൊടുത്തത്. അതിൽ നിന്ന് പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്.
സത്യം പറഞ്ഞാൽ അന്ന് മമ്മി ആ അടിച്ചടിയിലായിരിക്കാം എനിക്ക് പിന്നീട് അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഇനി ചെയ്താൽ ഇങ്ങനെ എന്നെ തല്ലൂലോ എന്നുള്ളൊരു പേടി എല്ലാം കൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. പിന്നെ ഇന്നത്തെ കാലത്താണെങ്കിൽ ഞാൻ പറയാം, സത്യം പറഞ്ഞാൽ മക്കളെ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അവരെ മെൻ്റലി അവർ മാതാപിതാക്കളിൽ നിന്ന് കുറച്ച് അകന്നു പോകും. ഇതിൽ രണ്ടും ഉണ്ട് കാര്യം. ഇതേ ഫ്രസ്ട്രേഷൻ തന്നെ ഞാനും കല്യാണം കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിലും ഇതേപോലെ ഓരോരോ ഫ്രസ്ട്രേഷൻ സമയത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെയും ഞാൻ ഇതേപോലെ തല്ലിയിട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്ത് വേദനയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഞങ്ങളത് പറയും. ചെറുപ്പത്തിലെ മമ്മി ഞങ്ങളെ നല്ലോണം തല്ലുമായിരുന്നു, മമ്മിക്ക് ദേഷ്യം കയറിയ ദേഷ്യം മാറണവരെ തല്ലുമായിരുന്നു. കാരണം അന്ന് എൻ്റെ ലൈഫിൽ എനിക്കുണ്ടാകുന്ന ഓരോ വിഷമങ്ങളും ചിലപ്പോൾ തീർക്കുന്നത് ഈ മക്കളുടെ മേത്തായിരിക്കും. അപ്പോൾ എൻ്റെ പൊന്നു മാതാപിതാക്കളെ, എനിക്കിത് പറയാനൊരു അർഹതയില്ല. ഞാൻ അന്ന് പഠിച്ചൊരു പാഠം മേലിൽ ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് എടുക്കരുത്. ഒന്നില്ലെങ്കിൽ എടുക്കരുത്, അല്ലെങ്കിൽ അത് എടുത്ത് കൊണ്ടുപോയി ഓഫീസിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ അത് ആരുടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്യാം. അതിന് ശേഷം ഇന്ന് വരെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം എടുക്കണമെന്നോ ആരുടെയും കണ്ടു ഞാൻ തിരിച്ചു കൊടുക്കാനുള്ളതല്ലാണ്ട് ഒരിക്കലും ഒന്നും അങ്ങനെ എടുക്കണമെന്നൊന്നും, അതൊരു മോഷണം എന്നൊന്നും പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആരുടെയും മോഷ്ടിച്ചെടുത്തല്ല, എങ്കിൽ പോലും എനിക്കതൊരു വലിയ ലെസണായിരുന്നു. പക്ഷേ ഞാൻ അവിടെ അതിൽ നിന്ന് എടുത്തൊരു കാര്യം, എനിക്കും ആ ഒരു ഏജും ആ ഒരു സമയത്തിനും ഞാനും കാണിച്ചു എൻ്റെ മക്കളോട്. അതുകൊണ്ട് ഞാൻ പറയാണ്, കൊച്ചുമക്കൾ കാണിക്കും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകളൊക്കെ കാണിക്കും. പക്ഷെ ഒരിക്കലും നമ്മളവരെ എന്താ പറയുക, നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനോ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ദേഷ്യം തീർക്കാനുള്ള രീതിയൊന്നും അവരുടെ മേത്ത് കാണിക്കരുത്. ഇന്നെൻ്റെ മക്കളത് മനസ്സിലാക്കേണ്ട, അന്ന് മമ്മിയുടെ അവസ്ഥ അതായിരുന്നു മനസ്സിലാക്കി അവരിന്ന് എൻ്റെ കൂടെ നിൽക്കണം. അങ്ങനെ നല്ലൊരു മക്കളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ചില മക്കൾ പക്ഷേ അവരും അതേ ഇതിലോട്ട് മാറിപ്പോവും. ഞാൻ അവർക്ക് വലുതായതിനു ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തു ഇതുകൊണ്ടൊക്കെയാണ്, അല്ലാണ്ട് ഒരിക്കലും മമ്മിക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല. അവരെ കുറച്ച് നേരം ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ സ്നേഹത്തോടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ അവർക്കത് ശരിയാവും. പക്ഷേ ഞാൻ പറയാണ്, ആരും ഒരിക്കലും ഇനി ഇങ്ങനെ എന്തെങ്കിലും കുട്ടികൾ കുരുത്തക്കേട് കളിച്ചാൽ തന്നെ അവർ തല്ലി മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, പണ്ടത്തെ പിള്ളേർ മനസ്സിലാക്കും കേട്ടോ. അന്ന് അവർക്ക് വേറൊരു എന്താ പറയുക സോഴ്സ് ഒന്നുമില്ല, ഒന്നിനും പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ എവിടെ നിന്നും. ഇന്നെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ സ്നേഹം കിട്ടാണ്ടാവുമ്പോൾ പല രീതിയിലോട്ടും മാറിപ്പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടെ ഇതിങ്ങനെയല്ല, ഇതിങ്ങനെ ചെയ്യണം, തിരിച്ച് കൊടുത്തേ മോൻ നാളെ ചെല്ലുമ്പോൾ അത് കൊടുത്തോളൂ, അല്ലെങ്കിൽ മോളത് കൊടുത്തോളൂ, അല്ലെങ്കിൽ അപ്പം തന്നെ ആ ഒരു ടീച്ചറിനെയോ പാരൻറ്റിനെയോ വിളിച്ചിട്ട് മോളറിയാതെ ഇങ്ങനെ അൺനോയിങ്ങിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് സോറി പറഞ്ഞ് അത് കൊടുക്കുവാനുള്ളൊരു അവർക്ക് അങ്ങനെ അവരുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അതല്ലാതെ ഒരിക്കലും അവരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. ഞാനിപ്പോൾ പ്രായത്തിന് ശേഷമാണെങ്കിലും ഞാൻ എപ്പോഴും മമ്മിയുടെ അടുത്ത് ഈ ഒരു കംപ്ലയിൻറ്റ് പറയും, മമ്മി എന്നെ തല്ലിയതിന് കണക്കില്ല. കാരണം മമ്മി എങ്ങനെയാണെന്ന് അറിയോ, എൻ്റെ 2 അനിയത്തിമാർക്കും എൻ്റെ അത്ര തല്ല് കിട്ടിയിട്ടില്ല. എനിക്ക് മമ്മിയുടെ പണ്ടത്തെ തല്ലൊക്കെ പുറത്ത് പേടിയായതുകൊണ്ട് മമ്മി പിന്നീടെല്ലാം എന്തെങ്കിലും തരത്തിൽ എനിക്കൊരു ചെറിയൊരു കുരുത്തക്കേട് കളിച്ചു കഴിഞ്ഞാൽ മമ്മി എന്നെ തല്ല് കിട്ടുന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ ഓടും, വെച്ച് പിടിച്ചങ്ങ് ഓടും. ആ ഓട്ടത്തിൽ മമ്മിയും പിന്നാലെ ഓടും. ലാസ്റ്റ് മമ്മി എൻ്റെ അടുത്ത് എത്തില്ല. എത്താണ്ടായി കഴിയുമ്പോഴത്തേനും മമ്മി അവിടെ കിടക്കണ കോല്, എന്ത് കോലാണ്, പട്ടക്കോലാണോ എന്ത് കോലാണെങ്കിലും ആ കോലെടുത്ത് എറിഞ്ഞ് എൻ്റെ മേത്ത് മുട്ടിച്ച് എന്നെ വീഴ്ത്തോടെ. അത്രയ്ക്കും ചില സമയത്ത് മമ്മീനെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് മമ്മിയുടെയൊക്കെ ഒരു അറിവിൽ മമ്മി എന്നിട്ട് ഇപ്പൊക്കെ പറയും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടി മമ്മി ഇരുന്ന് പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമാടി അതൊക്കെ ഓർക്കുമ്പോൾ, അന്നത്തെ എൻ്റെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ എൻ്റെ അന്നത്തെ വിഷമങ്ങളൊക്കെയാണ്, പക്ഷേ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ഞാൻ ചെയ്തതൊക്കെ, എനിക്ക് ഇന്നും അത് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമോടി, ഞാൻ ഒരിക്കലും അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. നമ്മളും ഒരു പ്രായത്തുമ്പോഴാണ് അതിനെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കുള്ളൂ, ആ ടൈമിൽ ചിന്തിക്കില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സഹോദരങ്ങൾക്ക് ഇനി ഇത് അറിയാത്ത പുതിയ കടന്നു വരുന്ന മാതാപിതാക്കൾക്കാണ് കേട്ടോ പറഞ്ഞു തരണേ. ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കല്ല. കൂടെയുള്ള മക്കളെ നമ്മൾ സ്നേഹത്തോടെ കൂടെ നിർത്തുക, ചേർത്ത് നിർത്തുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവരെ നല്ലപോലെ സ്നേഹിക്കുക. അമ്മയും മക്കളും ആവാതെ ഫ്രണ്ട്സിനെ പോലെ ആവുക. അപ്പോൾ അവരെല്ലാം നമ്മളിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യും. എന്ത് കാര്യം പറയാൻ അവർക്ക് തോന്നും. ഒരു കാര്യം കേൾക്കുമ്പോഴത്തേനും എടീ നീ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാതെ അതിനെ കൂളായിട്ടെടുത്ത് അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ
ശരിക്കും പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും, അതുപോലെ നമ്മളെയും വിഷമിപ്പിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഇതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ എൻ്റെ മമ്മിയോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല. കാരണം അത് അന്നത്തെ കാര്യം, അന്നത്തെ കാലത്ത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഡാഡിനോടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഡാഡി ഞങ്ങൾ അങ്ങനെയൊന്നും തല്ലുമായിരുന്നില്ല. പക്ഷേ പിന്നീടത് ഓർക്കുമ്പോൾ അറിയാം മമ്മി നമ്മുടെ നല്ലതിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരിക്കലും പിന്നീട് അങ്ങനെ ദേഷ്യം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും മമ്മീനെ ഒന്നിങ്ങനെ കുത്തി നോക്കിയോണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ പറയുമായിരുന്നു. ഈ കഴിഞ്ഞ തവണയും കൂടി മമ്മി പറഞ്ഞു ഇനി അങ്ങനെ പറയല്ലേ, എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ ഇനിയുള്ള മാതാപിതാക്കൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ചെറിയൊരു മോഷണക്കഥ അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.